പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിൽ പുണ്യനദിയായ പമ്പയുടെ തീരത്താണ് ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കിഴക്കോട്ട് ദർശനമായി ചതുർബാഹുവായ മഹാവിഷ്ണുവിൻ്റെ രൂപത്തിലാണ് പ്രധാന പ്രതിഷ്ഠ. 6 അടിയിലധികം ഉയരം വരുന്ന വിഗ്രഹം തൻ്റെ ഭക്തനായ അർജുനന് വിശ്വരൂപം കാണിച്ചു കൊടുക്കുന്ന സങ്കല്പത്തിലാണ് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത്. കേരളത്തിലെ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഏറ്റവും വലിയ വിഗ്രഹമുള്ളത് ആറന്മുളയിലാണ്. 4 തൃക്കൈകളോട് കൂടിയ വിഗ്രഹത്തിൽ മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന വലംകൈയിൽ സുദർശന ചക്രവും ഇടംകൈയിൽ ശംഖും താഴെ ഇടംകൈയിൽ ഗദയും വലംകൈയിൽ താമരപ്പൂവുമാണുള്ളത്. പാർശ്വത്തിൽ ലക്ഷ്മീദേവിയും ഭൂമിദേവിയും ഭഗവാനെ പരിസേവിക്കുന്ന തരത്തിൽ നിലകൊള്ളുന്നു. ആഗ്രഹ സാഫല്യത്തിനായി നടത്തുന്ന ആറന്മുള വള്ളസദ്യ ഇവിടുത്തെ പ്രധാന വഴിപാടാണ്. തിരുവോണത്തോണിയും അഷ്ടമിരോഹിണി വള്ളസദ്യയും ആറന്മുള ഉത്രട്ടാതി വള്ളംകളിയും മറ്റു പ്രധാന പരിപാടികളാണ്. ആറന്മുള കണ്ണാടി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട അതിപ്രശസ്തമാണ്. ക്ഷേത്രത്തിൽ നിത്യേന 5 പൂജകളുണ്ടെങ്കിലും ഉച്ചപൂജയ്ക്കാണ് അവയിൽ പ്രാധാന്യം. അർജുനൻ ഉച്ചപൂജ ചെയ്യാറുണ്ടായിരുന്നുവെന്നും ആ സമയത്ത് ദേവചൈതന്യം കൂടുതൽ ഉണ്ടാവുമെന്നുമാണ് വിശ്വാസം. ഉച്ചപൂജാ സമയത്ത് ക്ഷേത്ര പരിസരത്ത് എവിടെ ഉണ്ടായിരുന്നാലും അതിൻ്റെ ഫലസിദ്ധി ഉണ്ടാവുമെന്നും പറയപ്പെടുന്നു. ഉപ്പുമാങ്ങയും വഴുതനങ്ങ മെഴുക്കുപുരട്ടിയും നിവേദ്യങ്ങളിൽ പ്രാധാന്യമുള്ളതാണ്. മറ്റ് ആചാരങ്ങൾ എല്ലാ മലയാള മാസത്തിലെയും ഉത്രട്ടാതി നാളിലും വെളുത്തപക്ഷ ഏകാദശി നാളിലും നടത്തിവരുന്ന ഗരുഡവാഹനം എഴുന്നള്ളിപ്പ്, വൃശ്ചികം 1 മുതൽ 12 ദിവസം ക്ഷേത്രത്തിൽ നടത്തിവരുന്ന ദശാവതാര ചാർത്ത്, 12 കളഭമെന്നും ഇതറിയപ്പെടുന്നു, ധനുമാസ കമ്പം, ആറന്മുള ഊട്ട്, ഉത്രട്ടാതി വള്ളംകളി, വള്ളസദ്യ, അഷ്ടമി രോഹിണി വള്ളസദ്യ എന്നിവ അതിപ്രശസ്തമാണ്. എന്ത് ചോദിച്ചാലും വിളമ്പുന്ന സദ്യയാണ് വള്ളസദ്യ എന്ന് പറയപ്പെടുന്നു. വള്ളക്കാർ വിഭവങ്ങൾ ചോദിക്കുന്നത് അതിപ്രശസ്തമായ വള്ളപ്പാട്ടുകളിലൂടെയാണ്. വള്ളസദ്യ ക്ഷേത്രാങ്കണത്തിൽ വെച്ചാണ് നടത്തുന്നത്. ഭക്ഷണം കഴിക്കാനെത്തുന്ന വള്ളക്കാർക്കൊപ്പം ഭഗവാനും ഉണ്ടാകുമെന്നാണ് ഭക്തരുടെ വിശ്വാസം. എല്ലാ വർഷവും ശബരിമലയിലെ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തങ്ക അങ്കിയും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ആരംഭിക്കുന്നത് ഈ ക്ഷേത്രത്തിൽ നിന്നാണ്. ഓണാഘോഷത്തോടനുബന്ധിച്ചുള്ള പ്രശസ്തമായ ആറന്മുള ഉത്രട്ടാതി വള്ളംകളി നടക്കുന്നതും ഇവിടെയാണ്. മകരമാസത്തിലെ അത്തം നാളിൽ കൊടിയേറി തിരുവോണം നാളിൽ സമാപിക്കുന്ന 10 നാൾ നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് ഈ ക്ഷേത്രത്തിനുള്ളത്. ഭഗവാന്റെ കഥകളും ഐതിഹ്യങ്ങളും വള്ളപ്പാട്ട് പോലെ മനോഹരമാണ്. ശ്രീ തിരുവാറന്മുളയപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഓം നമോ നാരായണായ.